വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗൽ ജോർജിയ മത്സരത്തെ കുറിച്ചാണ്. ഇപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പോർച്ചുഗലിനും അടിതെറ്റി 2-0 ഇന്ന് അവർ ജോർജിയക്കെതിരെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗ്രൂപ്പ് എഫില് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പോർച്ചുഗൽ നമ്പർ 1, തൊട്ടു പിറകിലായിട്ട് ടർക്കി. ഇവർ രണ്ടുപേരും 6 പോയിന്റുകൾ സ്വന്തമാക്കിയപ്പോൾ 4 പോയിന്റുമായിട്ട് ജോർജിയയും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞു. എന്താണെന്ന് പോർച്ചുഗലിന് സംഭവിച്ചത്? നമുക്കറിയാം, പോർച്ചുഗലിന്റെ സ്കോഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കോഡുള്ള ഒരു ടീം തന്നെയാണ്. അവർ നന്നായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. 73% പൊസിഷൻ പോർച്ചുഗലിന്റെ സൈഡിൽ തന്നെയായിരുന്നു. ഒരുപാട് ചാൻസുകളും അവർ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ പല ചാൻസുകളും കൺവേർട്ട് ചെയ്യാൻ പോർച്ചുഗലിന് കഴിയാതെ പോയതാണ് ഇന്നത്തെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. എടുത്തു പറയേണ്ടത് ഡിഫൻസിലെ മിസ്റ്റേക്കുകളാണ്. ആന്റോണിയോ സിൽവയുടെ വൺ ഓഫ് ദി വേഴ്സ്റ്റ് പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. കളി തുടങ്ങി 2 മിനിറ്റ് ആയതേ ഉള്ളൂ, പുള്ളി ഒരു മിഡ്ഫീൽഡിലേക്ക് ഒരു പാസ് ചെയ്യുന്നു. അത് വളരെ കൃത്യമായിട്ട് ജോർജിയ പ്ലെയറിന്റെ കാലിലേക്കാണ് പോയത്. മറ്റൊരു സ്റ്റാർ പെർഫോമൻസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ, കിച്ച കവർഷീലിയ. പുള്ളിയുടെ ഡ്രിബിളിംഗ് എബിലിറ്റീസും മൂവ്മെന്റും ഒക്കെ അൺബിലീവബിൾ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു ചാൻസ് 2ാമത്തെ മിനിറ്റിൽ കിട്ടി, ലെഫ്റ്റ് വിങ്ങിലൂടെ നല്ല സ്പീഡോടെ പുള്ളി മുമ്പോട്ട് കൊണ്ടുപോയി കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ കവർഷിയിലേക്ക് കഴിഞ്ഞു. അങ്ങനെ 2ാം മിനിറ്റിൽ തന്നെ 1-0 ലീഡിലേക്ക് ജോർജിയ വരികയാണ്. പിന്നീട് പതുക്കെ പോർച്ചുഗൽ കളിയിലേക്ക് ഗ്രോ ചെയ്ത് വന്നു. അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം ലോങ് റേഞ്ചിലുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ബോക്സിനകത്ത് വെച്ചിട്ട് 1-2 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജോർജിയയുടെ ഡിഫൻസിനാണ്. അവരൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്റന്റോടെ ബോഡി വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നതും പല ഷോട്ടുകളും ബ്ലോക്ക് ചെയ്യുന്നതും ബോക്സിനകത്ത് വെച്ച് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തേണ്ട പല ഷോട്ടുകളും ഡിഫ്ലക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോയി. കിഡിലൻ ഡിഫെൻഡിങ് ആണ് ഇന്ന് ജോർജിയ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ബോക്സിന് പുറത്ത് വെച്ചിട്ട് 4-5 ഷോട്ടുകൾ കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിയെങ്കിലും അത് കൺവേർട്ട് ചെയ്യാൻ പോർച്ചുഗലിന് കഴിഞ്ഞില്ല. ജാവ് ഫിലിക്സ് 2-3 ഷോട്ടുകൾ അടിച്ചു. റൊണാൾഡോയുടെ ഒരു ഫ്രീ കിക്ക് ഷോട്ട് ഉണ്ടായിരുന്നു. ഡാലോട്ടിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് ക്രോസുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ബോക്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും മിസ് ഹെഡറും അത് കൃത്യമായിട്ട് ടാർഗറ്റിലേക്ക് എത്തിക്കാൻ റൊണാൾഡോക്കോ മറ്റു പ്ലേയേഴ്സിനോ കഴിയാതെ പോയത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഇന്നത്തെ പെനാൽറ്റി ഇൻസിഡന്റ് ആണ്. ബോക്സിൽ വെച്ചിട്ട് ഒരു കോർണർ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ റൊണാൾഡോയെ ഒരു ഡിഫൻഡർ പിടിച്ചു വലിക്കുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഒരു 50-50 കോളാണ്. റൊണാൾഡോ അപ്പീൽ ചെയ്യുന്നു, പക്ഷേ റഫറി അത് അനുവദിക്കുന്നില്ല. അതിനുശേഷം 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഫിനിഷ് ചെയ്യാൻ റൊണാൾഡോക്ക് കഴിഞ്ഞില്ല. പുള്ളി ഇന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആയ പോലെയാണ് തോന്നിയത്. ഇപ്പൊ ഫെലോ പ്ലേയേഴ്സിന്റെ അടുത്തും റഫറിയുടെ അടുത്തും സ്വന്തം പ്ലേയേഴ്സിന്റെ അടുത്തും ഒക്കെ വളരെ കൃത്യമായിട്ട് ഷൗട്ട് ചെയ്യുന്ന പോലെ പല ഓപ്പർച്യൂണിറ്റികളും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോച്ച് മാർട്ടീനസ് ഒരു കോൾ എടുത്തു, പല പ്ലേയേഴ്സിനെ റീപ്ലേസ് ചെയ്തു. ഇപ്പൊ ജോട്ടയും റാമോസും ഒക്കെ അടങ്ങുന്ന പ്ലേയേഴ്സ് ഒക്കെ ടീമിലേക്ക് വന്നു. എന്നിട്ടും അവസാന ഘട്ടത്തിലൊക്കെ ക്ലിയർകട്ടായിട്ട് 2-3 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അതും കൃത്യമായിട്ട് സേവ് ചെയ്യാൻ ജോർജിയയുടെ ഡിഫൻസിന് കഴിഞ്ഞു. ഗോൾ കീപ്പർ കിഡില പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. അധികം വൈകാതെ മറ്റൊരു മിസ്റ്റേക്ക് ആന്റോണിയോ സിൽവയുടെ കയ്യിൽ നിന്ന് വരുന്നു. ബോക്സിൽ വെച്ചിട്ട് മറ്റൊരു ഫൗൾ, ബാർ ഇന്റർവ്യൂൻ ചെയ്ത് അത് പെനൽറ്റി അനുവദിക്കുകയും ചെയ്തു. കൃത്യമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ ജോർജിയക്ക് കഴിഞ്ഞു. അങ്ങനെ 2-0 ലീഡിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് തിരിച്ചു വരാൻ പോർച്ചുഗലിന് കഴിഞ്ഞില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 3 പോയിന്റുകൾ സ്വന്തമാക്കി ജോർജിയ അടുത്ത റൗണ്ടിലേക്ക് എത്തുകയും ചെയ്തു. നോക്കൌട്ടിൽ നമുക്കറിയാം പല മത്സരങ്ങളിലും ഇതുപോലുള്ള സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. എത്ര വലിയ സ്കോഡ് ഉണ്ടായിട്ടും ഇപ്പൊ ലോ ബ്ലോക്ക് ഇട്ട് കളിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള തിരിച്ചടികൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പൊ പോർച്ചുഗലിനും മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചലഞ്ച് തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റ് ടീമിനെ പറ്റി പറയേണ്ടതുണ്ട്. ടർക്കി വളരെ കൃത്യമായിട്ട് 2-1 വിജയം ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ നേടാൻ സാധിച്ചു. എന്തായാലും നോക്കൌട്ട് മത്സരങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മത്സരങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.